ജീവിതമാകും തെരുവഴി പുതിയ പുലരി തേടിയോടും യാത്രക്കാര യോഗസുഖം വ്യക്തമല്ലോ മായയല്ലോ സർവം മായയല്ലോ മനുഷ്യ ശാശ്വതമായി ആത്മമന്ന വേണമോ നിത്യഭവനം വേണമോ ആത്മമന്ന വേണമോ നിത്യഭവനം വേണമോ രക്ഷിതാവിധരികെ മനോഹരമായി മധ്യാഹ്ന സമയം കൃഷ്ണൻകുന്നിന്റെ ദേശത്ത് ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ സ്നേഹസമ്പന്നരായ ദേശവാസികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുകയാണ്. ഭവനങ്ങൾക്കുള്ളിലും തെരുവുകളിലും
ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്നുകൊണ്ട് വാഹനങ്ങളിലുമൊക്കെ ആയി ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവർക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദിയെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്പനിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള മൗന അനുവാദത്തോടുകൂടി ഒരു സ്നേഹ സന്ദേശം പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കാലഘട്ടം കടന്നു പോകുന്നത് വളരെ മൂല്യച്യുതിയിലൂടെയാണ് എന്ന് നമുക്കറിയാം. ദേശം മുഴുവൻ വഷളത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. യുവതലമുറകൾ ഉൾപ്പെടെ സകലരും ലഹരികൾക്ക് അടിമയായി പോകുന്ന ഒരു കാലഘട്ടം. കുടുംബങ്ങളിൽ അസമാധാനം നിറഞ്ഞു വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ്. പരസ്പരം സ്നേഹം നശിച്ചുപോയി. ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ, മക്കളപ്പനോ ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, അയൽവക്കങ്ങൾ തമ്മിൽ ഒക്കെ സ്നേഹങ്ങൾ ഉടഞ്ഞുപോയ ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഇന്ന് വളരെ കാലിക പ്രസക്തമായ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ കാണും. ആ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം ഇന്നത്തെ ഈ സന്ദേശത്തിനുള്ളിൽ അടങ്ങിയിരിപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരങ്ങൾ കാണാം. ചില പ്രയാസങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നവർ കാണാം. സമാധാനമില്ലാതെ കേൾക്കുന്നവർ കാണാം. ഭാരങ്ങളിൽ, കടങ്ങളിൽ, രോഗങ്ങളൊക്കെ ഇരുന്ന് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ പേറുന്നവരാകാം കേൾക്കുന്നത്. ഇന്ന് നിങ്ങൾക്കോട് ഒരു ഉറപ്പ് പറയാം. ഈ സന്ദേശം ഹൃദയപൂർവ്വം മുൻവിധികളില്ലാതെ നിഷ്കളങ്കമായി ഒന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിത ചരിത്രം മാറുവാൻ കഴിയും എന്നുള്ളതിന് 100% ഉറപ്പ് ഈ പ്രാരംഭമായി ഞാൻ തിരികുകയാണ്. അത് പറയുവാൻ അതിന്റെ തെളിവുകളാണ് ഞങ്ങളിൽ ഓരോരുത്തരും. തകർന്നുടഞ്ഞ കുടുംബ പശ്ചാത്തലങ്ങൾ, വ്യക്തിപരമായി അഡിക്ഷനുകൾ, ലഹരികൾ, കടിമകൾ, വിവിധമായ സാഹചര്യങ്ങളിൽ ഉടഞ്ഞുപോയ, ഒരിക്കലും ജീവിക്കുവാൻ മുൻപോട്ട് സാധ്യതകളില്ലാഞ്ഞ, ആത്മഹത്യയുടെ വക്കുകളിൽ ചെല്ലപ്പെട്ടവർ, വിവിധമായ ജീവിതത്തിന്റെ സമരോന്മുഖങ്ങളിൽ തകർന്നുടയപ്പെട്ട യൗവനങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ ശബ്ദത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പ് തരാൻ കഴിയും. നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു ചരിത്രത്തെ പറ്റിയാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. കിഴവിക്കഥകളോ കേട്ട് പഴകിയ പഴഞ്ചൊല്ലുകളോ അല്ല ഞങ്ങൾ പറയുന്നത്. ജീവിതാനുഭവവും ഞങ്ങൾ കണ്ടതും രുചിച്ചതുമായ ചരിത്രത്തെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആയതിലേക്ക് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സഹപടൻ, സഹയാത്രികൻ, എന്റെ സ്നേഹിതൻ മനു ഓതറയെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയാണ്. ദൂരത്തും ചാരത്തും വഴിയോരങ്ങളിലും വഴിവീഥികളിലും ഈ ശബ്ദവന്തിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യരും ബഹുമാന്യരുമായ എല്ലാ ശ്രോതാക്കൾക്കും ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ വളരെ ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും ആരംഭം കുറിച്ച ഈ സുവിശേഷ സന്ദേശയാത്ര ഈ കൃഷ്ണകുന്ന് ദേശത്ത് എത്തി നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് യേശുക്രിസ്തുവിന്റെ ദിവ്യസ്നേഹത്തെയും യേശുക്രിസ്തു മാനവകുലത്തിന് ചെയ്ത മാറ്റത്തെയും യേശുക്രിസ്തുവിന്റെ പരിപാവനമായ കാൽപാദം ഈ ഭൂമുഖത്ത് ഊന്നി വന്നപ്പോൾ മാനവരക്ഷയ്ക്ക് അല്ലെങ്കിൽ മാനവരാശിക്കുണ്ടായ രക്ഷാപദ്ധതികളെയും കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഓർപ്പിച്ചു. ഇന്ന് ഈ നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം നിൽക്കുന്നത്. സ്വതന്ത്രാനന്ദ ഭാരതത്തെക്കുറിച്ച് പുത്തൻ പ്രതീക്ഷകളാണ് മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരും ഒക്കെ വെച്ചു പുലർത്തിയതും അവരതിനുവേണ്ടിയാണ് പ്രയത്നിച്ചതുമൊക്കെ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പരന്നു കിടക്കുന്ന വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളുമുള്ള നമ്മുടെ ഈ കൊച്ചുനാടിനെ എങ്ങനെയും കൈപിടിച്ചുയർത്തണം, ലോകത്തിന്റെ നെറുകയിൽ അതിനെ നല്ല നിലവാരം പുലർത്തി നിലനിർത്തണം എന്ന ആശയത്തോടെ മതിമറന്നുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരുമനപ്പെട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ പ്രയത്നിച്ചതിന്റെ ഫലമായി നമ്മുടെ നാട് ഈ നിലവാരത്തിൽ ഉയർന്നു കാണുകയുണ്ടായി. നമ്മുടെ നാട് ഉയർച്ചയിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും നമ്മുടെ നാട് ഉയർച്ചയുടെ പാന്താവുകളിൽ എത്തി. നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, നല്ല നല്ല റോഡുകള്, നല്ല നല്ല ഹോസ്പിറ്റലുകള്, നല്ല നല്ല ചികിത്സകള്, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള നമ്മുടെ മികവ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മറ്റു രാജ്യങ്ങളുമായി ഉള്ള യുദ്ധപ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയൽ രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരുന്ന നമ്മൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ നമ്മുടെ ശേഖരണത്തിലുണ്ട് എന്നുള്ളത് അതിന് തെളിവായി നിലകൊള്ളുന്നു. 10 കോടീശ്വരന്മാരുടെ ലിസ്റ്റിലെടുത്തു നോക്കിയാൽ
ലോകത്തുള്ള 10 കോടീശ്വരന്മാരിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരും സ്ഥാനം പിടിച്ചിട്ടുള്ളത് നമ്മുടെ സാമ്പത്തികമായുള്ള ഉയർച്ചയുടെ ഭാഗങ്ങളാണ്. നമ്മുടെ ഹോസ്പിറ്റലുകളിലുള്ള ഓരോ പ്രയത്നങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരുന്ന നമ്മൾ സ്വന്തമായി മെഡിസിനുകൾ വികസിപ്പിച്ചെടുക്കുവാൻ ഉള്ള നമ്മുടെ ശാസ്ത്ര മികവ്, ഇതൊക്കെ നമ്മുടെ രാജ്യം ഉയർന്നതിന്റെ തെളിവുകളാണ്. എന്തുവേറെ പറയുന്നു, മറ്റ് ഗ്രഹങ്ങളിൽ പോലും പോയി അവിടുത്തെ കല്ലും മണ്ണും വാരി പരിശോധിക്കുവാൻ നമ്മുടെ ശാസ്ത്രം അത്രയധികം ഉയർന്നു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നാം നിൽക്കുന്നത്. ശാസ്ത്രത്തിന്റെ ഉയർച്ചകളും ശാസ്ത്രത്തിന്റെ വളർച്ചകളും ഒക്കെ നമ്മൾ വിടാതെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അതുപോലെ വിവരിച്ചു കാണുമ്പോൾ, നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ, മറുഭാഗത്ത് നമ്മുടെ നാട് അധോഗതിയുടെ വക്കിൽ എത്തി നിൽക്കുന്നത് ആർക്കും തിരസ്കരിക്കാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്താണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പ്രഭാതത്തിൽ പറന്നു വീഴുന്ന പത്രം നിവർത്തി വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഓരോ വാർത്തകളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ്. കൊലപാതകങ്ങളുടെ പരമ്പര, അക്രമങ്ങളുടെ പരമ്പര, അതുപോലെ തന്നെ പീഡനങ്ങളുടെ പരമ്പര എന്നുവേണ്ട മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് ചുറ്റുവട്ടൽ പറന്നു വരുന്ന പത്രം ആർത്തിയോടെ പ്രഭാതത്തിൽ വായിക്കുന്ന ഒരു വായനകർത്താവിന് സമ്മാനിക്കുന്നത് എന്ന് ആർക്കും തിരസ്കരിക്കുവാൻ കഴിയില്ലല്ലോ. ഒരു ഭാഗം ഉയർച്ചയുടെ പാങ്കാവുകളെ കുറിച്ച്, ഉയർച്ചയുടെ പടവുകളെ കുറിച്ച് ഒക്കെ നാം ഘോരഘോരം സംസാരിക്കപ്പെടുമ്പോൾ, മറുഭാഗത്ത് മനസാക്ഷിയില്ലാതെ മനസാക്ഷി മരവിച്ചു പോയ ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് നാം മറന്നു പോകരുത്. എന്താണ് നമ്മുടെ പത്രങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ച കഥയല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി വില പേശുന്ന ഒരു സംഘം, അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊള്ളുന്ന ഭർത്താവും, സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊള്ളുന്ന മാതാവും ഒക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ സംഭാവനകളാണ്. അതാരും മറന്നു പോകരുത്. എന്തുവേറെ പറയുന്നു, കാളവണ്ടി യുവന്മാരി കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കാലെടുത്ത് വെച്ച് സാങ്കേതിക യുഗത്തിലേക്ക് നടന്നു പോകുന്ന മനുഷ്യൻ ഇന്നും അധാർമിക പ്രവർത്തനങ്ങളിലേക്ക്, ശാസ്ത്രത്തിൽ ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ അധാർമിക പ്രവർത്തനത്തിലേക്ക് കൂട്ടുകുത്തിയിരിക്കുന്ന, മനുഷ്യ മനസാക്ഷി മരവിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതിന് കാരണമെന്ത്? ഇതിന് കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ മാറ്റമാണോ? അല്ലയല്ല. ഇവിടുത്തെ മതപാഠശാലകളിലുള്ള പഠനങ്ങളുടെ വ്യത്യാസമാണോ? അല്ലയല്ല. സാമ്പത്തികമായും ശാസ്ത്രമായും നമ്മൾ ഉയരാത്തതിന്റെ കാരണമാണോ? ഇതൊന്നുമല്ല. അതിന് കാരണമെന്ത്? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. എന്റെ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, മറ്റു ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും പരിശോധിച്ച മനുഷ്യൻ, മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ, സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം നേടിയ മനുഷ്യൻ, കണ്ടുപിടുത്തങ്ങളിൽ 1ാം സ്ഥാനം നേടിയ മനുഷ്യൻ, അങ്ങനെയുള്ള മാനത്തോടിരിക്കുന്ന മനുഷ്യൻ തന്റെ ബുദ്ധിയിലും തന്റെ ഉയർച്ചയിലും തന്റെ സംസ്കാരത്തിലും സാമൂഹിക പ്രവർത്തനത്തിലും ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ വേദവസ്തു ഓർമ്മപ്പെടുത്തുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഇതിനെ പോകുന്ന നാൽക്കാലി മൃഗത്തിന് പോലുമില്ലാത്ത സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ അധാർമിക പ്രവർത്തനങ്ങളുടെ പിന്നിലെ പിന്നാമ്പുറം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ കാണുവാൻ കഴിയുന്നു, മനുഷ്യൻ അധാർമികനായി തീർന്നു, ധർമ്മമില്ലാത്തവനായി തീർന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ മനുഷ്യന് സംഭവിച്ച ഈ വീഴ്ചയുടെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ മാറ്റമല്ല, ഇവിടുത്തെ മതപാഠശാലകളുടെ മാറ്റമല്ല, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുടെ മാറ്റമല്ല, ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതികർത്താക്കളുടെ വിധികളുടെ മാറ്റമല്ല. ഈ മനുഷ്യന്റെ അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ കൂട്ടുകുത്തിയുടെ കാരണം വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ മനുഷ്യരും ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു, എല്ലാ മനുഷ്യരും ഭാവികളായി തീർന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നാമ്പുറത്തിൽ നമ്മൾ അന്വേഷിച്ചാൽ കാണുന്ന കാര്യം. എല്ലാ മനുഷ്യരും ഭാവികളായി തീർന്നു. പാപത്തിന്റെ വരുന്ന ഫലമാണ് മനുഷ്യരിൽ അനുഭവിക്കപ്പെടുന്ന അധാർമിക പ്രവർത്തനങ്ങളുടെ പിന്നാമ്പുറത്തിൽ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് മാറ്റം വരുത്തേണ്ടത്, നമുക്ക് പുതിയ മേഖലയിലേക്ക് സഞ്ചരിക്കപ്പെടേണ്ടത് എവിടെ നിന്നാണ്? പാപത്തിൽ നിന്നുള്ള വിമോചനമല്ലേ നമുക്ക് വേണ്ടത്.
കഴിഞ്ഞ കാലത്ത് ഒരു വാർത്ത ഇങ്ങനെ കേട്ടു, ആ പെൺകുട്ടികളെ അകാരണമായി നോക്കുന്നത് പോലും കോടതി ശിക്ഷാർഹമായി വിധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ആ കോടതി വിധിയെ മുൻകണ്ടുകൊണ്ട് കൊലപാതകങ്ങളെ ശിക്ഷിക്കുന്ന ഒരു കോടതി, അതുപോലെ തന്നെ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനെ ജയിലിലടയ്ക്കുന്ന, തുറന്നിലടയ്ക്കുന്ന ബഹുമാനപ്പെട്ട കോടതി സംവിധാനങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇവിടെ കൊലപാതകം കുറയുന്നില്ല, അക്രമങ്ങൾ കുറയുന്നില്ല, അനീതികൾ കുറയുന്നില്ല. ഇവിടെ ശിക്ഷാവിധികൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ഇവിടെ ശിക്ഷാവിധികളും നിയമപാലകരും ശക്തിയുക്തമായി പ്രവർത്തിക്കുമ്പോഴും അനീതികൾക്കും അധാർമിക പ്രവർത്തനങ്ങൾ കുറവില്ല. കാരണം എന്തേ? ഇതിന്റെ പിന്നിലെ പ്രവർത്തിക്കുന്ന വില്ലൻ മറ്റാരുമല്ല, പാപമാണ്. പാപത്തെ പിടിച്ചുകെട്ടുവാൻ കഴിഞ്ഞാൽ, പാപത്തെ തുറന്നു കിടക്കുവാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ അധാർമിക പ്രവർത്തനങ്ങൾക്ക് സമയമുണ്ടാകുമെന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ കുറ്റകൃത്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തിലെ അധാർമിക പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വില്ലൻ പാപമാണ്. ആ പാപത്തെ പരിഹരിക്കുവാൻ ഇഹത്തിലേക്ക് ഇറങ്ങി വന്ന, ഇഹത്തിൽ പൂജാതനായ, അല്ലെങ്കിൽ ഇഹത്തിലേക്ക് വന്ന ആ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ എത്രയോ രാജാക്കന്മാർ ഉദിച്ചുയർന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇവിടെ എത്രയോ സാമ്രാജ്യങ്ങൾ വേറെറിയ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇവർക്കാർക്കും പ്രഖ്യാപിക്കാൻ തന്നേടമില്ലാതെ പ്രഖ്യാപനം യേശുക്രിസ്തു ഭാരതത്തിലൊക്കെ പ്രഖ്യാപിച്ചു. മറ്റൊരുത്തനും രക്ഷയില്ല. അല്ലെങ്കിൽ യേശുക്രിസ്തു പ്രഖ്യാപിച്ച പ്രഖ്യാപനം, നിന്റെ പാപം എത്ര കടിൽ ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ ഒളിപ്പിക്കാമെന്ന് യേശുക്രിസ്തു മാനവരെ നോക്കി പ്രഖ്യാപിച്ചു. ഇവിടെ ഉദിച്ചുയർന്ന നേതാക്കന്മാർക്ക് കഴിയാത്തത്, ഇവിടെ ഉദിച്ചുയർന്ന ശാസ്ത്രലോകത്തിന് കഴിയാത്തത്, ഇവിടെ ഉദിച്ചുയർന്ന സാംസ്കാരിക നേതാക്കന്മാർക്ക് കഴിയാത്തത് യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. നിന്റെ പാപം എത്ര കടിൽ ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. ഒരു സംഘടനയുടെ പാപമല്ല, ഒരു സമൂഹത്തിന്റെ പാപമല്ല, ഒരു വ്യക്തിയുടെ പാപമല്ല, അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ പാപമല്ല. മനുഷ്യകുലത്തിന്റെ സകല മനുഷ്യകുലത്തിന്റെ പാപത്തെ പരിഹരിക്കാമെന്ന ആർജവത്തോടെ പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവ് അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ചോരയ്ക്ക് ചൂടുന്ന പ്രായത്തിൽ ഈ വെയിലത്ത് നിന്നുകൊണ്ട് ആർജവത്തോടെ തുളയ്ക്കുന്ന അനുഭവത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഇതെന്താ നിങ്ങളിലൊക്കെ ആർജവത്തോടെ പറയുവാൻ കാരണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും തലവേദനയായി നടത്തുന്ന കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ധാർമ്മിക പ്രവർത്തനങ്ങളോട് സഞ്ചരിച്ച കാലഘട്ടം, അവിടെ ഞങ്ങളെ തിരുത്തുവാൻ ഞങ്ങൾ പിടിച്ച കൊടികളെ നിറങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങൾ പിൻപറ്റിയ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങൾ പിൻപറ്റിയ സംഘടനകൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങളെ മാറ്റിമറിച്ചത് ഇവിടുത്തെ സംഘടനകളോ, ഇവിടുത്തെ ഇസങ്ങളോ, ഇവിടുത്തെ തത്വചിന്തകളോ അല്ല ഞങ്ങളെ മാറ്റിമറിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹമാണ് ഞങ്ങളെ മാറ്റിമറിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് കൃഷ്ണന്റെ പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നത്, യേശുക്രിസ്തു അല്ലാതെ ഇഹത്തിലേക്ക് ഇറങ്ങി വന്ന മാനവകുലത്തെ രക്ഷിക്കാമെന്ന് വാക്കു പറഞ്ഞ ഒരു നേതാവുമില്ല, ഒരു ദൈവവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ തിരുത്തിയത് ക്രിസ്തുയേശുവിന്റെ സ്നേഹമാണ്, ക്രിസ്തുയേശുവിന്റെ കൃപയാണ്. അതുകൊണ്ടാണ് നിങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. കർമ്മങ്ങൾ വേണ്ട, കർമാചാരങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട്, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരണമേ, എന്റെ പാപത്തിൽ നിന്ന് എന്നെ വിമോചനം തരണമെന്ന് ആരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ, മനസ്സുരുകി കർത്താവിനോട് വിളിക്കുന്നുവോ, നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഉടഞ്ഞുപോയ ജീവിത സാഹചര്യങ്ങളെ പലതും പക്വമാക്കുവാൻ കഴിവുള്ളവരാണ് കർത്താവായ യേശുക്രിസ്തു. എല്ലാ പ്രഭുക്കന്മാരുടെയും നേതാക്കന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ അവന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവന്റെ കല്ലറയ്ക്ക് വിളിച്ചു പറയുവാനുള്ള കാരണമുണ്ട്. ഈ നേതാക്കന്മാരും രാജാക്കന്മാരും ആ കുഴിമാടം കൊണ്ട് അസ്തമിച്ചു പോയപ്പോൾ ഇന്നും അസ്തമിക്കാതെ ഇന്നും നിന്റെ വെളിപ്പുറത്ത് നിന്റെ ഹൃദയത്തിന്റെ ഞെരുക്കത്തിന് നടുവിൽ ഇറങ്ങി വന്നതിനെ സഹായിക്കാൻ കഴിവുള്ള ദൈവമാണ്
കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുവാൻ കഴിയുമോ? കർത്താവേ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവരെ വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ആ ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവേ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരയണമേ എന്ന് മനസ്സുരുകി വിളിക്കുന്നുവെങ്കിൽ, അത് നിങ്ങൾ വായു കൊണ്ട് യേശുവിന്റെ രക്ഷകരെന്ന് ഏറ്റുപറയുന്നുവെങ്കിൽ, ഈ സമയത്ത് അതിന് സമയമോ കാലഘട്ടങ്ങളോ ഇല്ല. ഈ സമയം തന്നെ നിന്റെ ജീവിതത്തെ പരിഹരിക്കുവാൻ, നിന്റെ ജീവിതത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തെ പണിത് പക്വമാക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങൾ കടഭാരത്തിൽ വരയുന്നവരാണോ? നിങ്ങൾ രോഗത്തിൽ വരയുന്നവരാണോ? നിങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണോ? ജീവിത പ്രശ്നങ്ങളിലൂടെ പല വാതിലുകളും മുട്ടിയിട്ട് സമാധാനമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? നിങ്ങൾക്ക് സമാധാനം ഒരിടത്ത് മാത്രം. യേശുക്രിസ്തു ലോക സമാധാനമാണ് വ്യക്താവ്. യേശുക്രിസ്തു ലോകത്തിന്റെ സമാധാന വ്യക്താവായി നിലകൊള്ളുമ്പോൾ അവന്റെ അരികിലേക്ക് വരുകയും അവന്റെ കൽപ്പാലത്തിലേക്ക് വരുകയും നിങ്ങളെ അവൻ ആശ്വസിപ്പിക്കും. നിങ്ങളെ അവൻ ആശ്വസിപ്പിക്കും. അതിനിങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അരികിൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് മുതൽ ഭാരമേറി പോകുന്ന അവസ്ഥയിലും ഇന്ന് മുതൽ രോഗത്തിന്റെ അവസ്ഥയിലും ഒക്കെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, ഇന്ന് മുതൽക്കാലം എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയേറ്റ് പറയുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങളുടെ ജീവിതം സുഭിക്ഷമാകും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും. എന്താണ് ആ പ്രാർത്ഥന? യേശുവേ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. എനിക്ക് നീ സമാധാനം തരണമേ. എനിക്ക് നീ സന്തോഷം തരണമേ. എന്റെ ജീവിത ഭാഗാവതിലുള്ള പ്രശ്നത്തെ നീ പരിഹരിച്ചു തരണമേ. ഞാനൊരു പാപിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് പരിഹാരം തരണമേ എന്ന് ഇന്ന് പകൽവേളയിൽ ഞാൻ അങ്ങയോട് ഏറ്റുപറയുകയാണ്. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്റെ ഭവനത്തിലേക്ക്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, എന്റെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നിന്റെ സ്നേഹം അടുത്തു വരണമേ. നീ രക്ഷകനാണെന്നും നീ കർത്താവാണെന്നും ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് അങ്ങയുടെ സന്നിധാനത്തിൽ ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്ന കർത്താവേ എന്നീ പ്രാർത്ഥനയേറ്റ് പറഞ്ഞ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപാകടാശങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവം നിറയ്ക്കട്ടെ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു രാജാതി രാജാവ്, യേശുക്രിസ്തു കർത്താതി കർത്താവ്, ആ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊണ്ടേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ. ഈ സ്നേഹ സന്ദേശം വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ച എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങളുടെ ഊഷ്മളമായ കൃതജ്ഞതകൾ ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. മനുഷ്യ മനസ്സുകൾക്ക് രൂപാന്തരം വരുത്തുന്ന, മനുഷ്യ മനസ്സുകളെ ദൈവികമാകുന്ന പ്രത്യാശയുടെ ചൈതന്യധാരയിലേക്ക് നയിക്കുവാൻ കരുത്തുന്ന, സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിന്റെ പവിത്രമായ സമാധാന സന്ദേശമാണ് ഞങ്ങൾ വിളംബരം ചെയ്തത്. നിങ്ങളുടെ തകർച്ചകൾക്കെല്ലാം മാറ്റം തരുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ യേശുക്രിസ്തു മതിയായ രക്ഷകനാണ്. അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തെ തുറക്കുക. അവനെ രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ യേശുക്രിസ്തുവിനായി സമർപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ദിവ്യ ബലിമരണത്തിലൂടെ മാനവരാശിക്ക് വിഭാവന ചെയ്ത ദിവ്യമായ രക്ഷ, നിത്യജീവൻ തികച്ചും വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ച് നിങ്ങൾ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കുവാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സമയാത്രികൻ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായി. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ അറിയിക്കേണ്ടതും അറിയേണ്ടതുമായ സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷ മഹത്വം തിരിച്ചറിയായ കർത്താവെ, ഞങ്ങൾക്ക് രാവിലെ മുതൽ ഈ സമയം വരെ സുവിശേഷം അറിയിപ്പാൻ ദൈവടയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവെ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്ന ഈ സന്ദേശങ്ങളൊക്കെ ഉള്ളടങ്ങിയത് മാനവരാശിയുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ സന്ദേശമില്ലാതെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നും ഈ ഭൂമിയിലില്ല എന്ന് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഗ്രഹിക്കുകയും അത് കർത്താവെ മറ്റുള്ളവർ ഘോഷിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ 3 പരസ്യങ്ങളിലായി നിന്റെ ദാസന്മാർ വളരെ ശക്തമായി
നിര്യാലോചന അറിയിപ്പാനിടയായി തീർന്നു. പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ വിശ്വാസത്തോടെ കർത്താവെ ആയിരിക്കുകയാണ്. സ്തോത്രം. കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സുവിശേഷീകരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന അന്യോന്യ ദൈവസഭയുടെ കർത്താവെ പ്രവർത്തനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പ്രസംഗിച്ച ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഭവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.